മറ്റൊന്ന്, മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് ബോർഡിനോടും ഫറൂഖ് കോളേജിനോടും ജുഡീഷ്യൽ കമ്മീഷൻ നിലപാട് തേടിയിട്ടുണ്ട്. 2 ആഴ്ചക്കകം നിലപാട് അറിയിക്കാനാണ് നിർദ്ദേശം. റവന്യൂ വിഭാഗം വിശദാംശങ്ങൾ ശേഖരിച്ചു നൽകുന്നുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലെബി സജീന്ദ്രനാണ് ഈ വാർത്തയുടെ വിശദാംശം നൽകാൻ ചേരുന്നത്. ലെബി, 2 ആഴ്ചക്കകം നിലപാട് അറിയിക്കണമല്ലേ? ശ്രുതി, തീർച്ചയായും 2 ആഴ്ചക്കകം വഖഫ് ബോർഡ് ആയാലും അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് ആയാലും നിലപാട് ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. കൊച്ചിയിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ, കൊച്ചി ആസ്ഥാനമായാണ് ഇതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ ഇവർക്കെല്ലാവർക്കും നിലപാട് അറിയിക്കാനായി കത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുനമ്പത്തുള്ള ഇപ്പോൾ ഈ സമരരംഗത്തുള്ള എല്ലാവർക്കും ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. ഫറൂഖ് കോളേജ് ആയാലും അതുപോലെ തന്നെ മുനമ്പം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ഇതിലെ എല്ലാ കക്ഷികളും വഖഫ് ബോർഡ്, വഖഫ് സംരക്ഷണ വേദി, മുനമ്പത്ത് ഇപ്പോൾ നയിക്കുന്ന സമരസമിതിയിൽപ്പെട്ടവർ ഇവരെല്ലാവരും തന്നെ ഇതിന് നിലപാടറിയിച്ചുകൊണ്ട് കമ്മീഷനെ ഇക്കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് അറിയിക്കണം. മുനമ്പത്ത് ഇപ്പോൾ സമരം നടത്തുന്ന 609 കുടുംബങ്ങൾക്ക് കമ്മീഷൻ ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയാൽ മതിയാകും. അത് കാലതാമസം ഒഴിവാക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വഖഫ് ബോർഡ് ആയാലും വഖഫ് സംരക്ഷണ സമിതി ആയാലും അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് ആയാലും കൃത്യമായ നിലപാട് ജുഡീഷ്യൽ കമ്മീഷനെ അറിയിക്കണം. ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇവരിത് കളക്ട് ചെയ്ത് കമ്മീഷനെ സമയാസമയം കാര്യങ്ങൾ അറിയിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ റവന്യൂ വകുപ്പിൻ്റെ പിന്തുണ പൂർണ്ണമായും ജുഡീഷ്യൽ കമ്മീഷനുണ്ട്. ഒട്ടും വൈകാതെ ദ്രുതഗതിയിൽ തന്നെ കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തുടക്കത്തിൽ 3 മാസ സമയപരിധി സർക്കാർ അനുവദിച്ചപ്പോൾ അന്നൊരാശങ്ക കമ്മീഷൻ തന്നെ പങ്കുവച്ചിരുന്നു. ഇത്രയും സങ്കീർണമായ ഒരു പ്രശ്നം പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 3 മാസം മതിയാകില്ല എന്നൊരാശങ്ക പങ്കുവച്ചു. അതിനുശേഷം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ തന്നെ നമ്മളോട് പ്രതികരിച്ചിരുന്നതാണ്. ഇവർ സഹകരിക്കാൻ, മുനമ്പത്തുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. ഏതായാലും ഇപ്പോൾ കമ്മീഷൻ വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച നിലപാട് വഖഫ് ബോർഡ് ആയാലും ഫറൂഖ് കോളേജ് ആയാലും ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ ആരായാലും അവരെല്ലാവരും തന്നെ കമ്മീഷന് സമർപ്പിക്കേണ്ടതുണ്ട്. ശ്രുതി, ശരി. വഖഫ് ബോർഡിനോടും ഫറൂഖ് കോളേജിനോടും നിലപാട് തേടിയിരിക്കുകയാണ് ജുഡീഷ്യൽ കമ്മീഷൻ. ലെബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.